മറ്റെന്ത് തൊഴിലും സ്ത്രീക്ക് ചെയ്യാം. പക്ഷെ സ്ത്രീയുടെ ശരീരം വിറ്റ് സ്ത്രീ ജീവിക്കുക എന്ന് പറയുന്ന ഒരു തൊഴിലല്ല. അത് നമ്മുടെ സംസ്കാരം മാത്രമല്ല, അത് അവളുടെ അല്ലേ തന്നെ ഹസ്ബൻഡിന്റെ കൂടെ ജീവിക്കുന്നതിനുള്ള വലിയ പാടുപെട്ടാണ് സെക്സ് ചെയ്യുന്നതെന്നാണ് പൊതുവിൽ സ്ത്രീകളുടെ ഒരു അഭിപ്രായം. മഹത്തായ ചിന്താഗതി. ശാരിക പറഞ്ഞല്ലോ നമ്മളുടെ സംസ്കാരമല്ല, ഭർത്താവിന്റെ കൂടെ വളരെ പാടുപെട്ടാണ് സ്ത്രീകൾ സെക്സ് ചെയ്യുന്നത്. ഇതൊക്കെ എങ്ങനെ ഒരു ആധികാരികമായിട്ട് ജനറലൈസ് ചെയ്ത്? ഞാൻ ആധികാരികമാണ്, വായന വേണം നമുക്ക്, കുറച്ച് പരന്ന വായനയാവാൻ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ഈ വായനയിലൂടെ ഇത്തരത്തിലുള്ള അസംബന്ധങ്ങളാണോ ശാരിക്കുള്ള കിട്ടുന്നത്? അങ്ങനെ ചോദിച്ചാ നളിനി ജമീലയുടെ ഒക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? നളിനി ജമീനെ കുറിച്ചുള്ള ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അവർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവർ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ അനുഭവങ്ങൾ അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. അവരുടെ നിവൃത്തികേട് കൊണ്ടും അവരുടെ ശരീരത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രം, അതായത് അവരുടെ ഒരു പാവയായിരുന്നു, ഒരു കളിക്കോപ്പായിരുന്നു. അത്തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവർ ഏറ്റവും നല്ല മികച്ച 100% അത്തരത്തിലുള്ള അനുഭവങ്ങൾ തന്നെയാണ്. പുരുഷന്മാരെയും നല്ല പുരുഷന്മാരാണോ സെക്സിന് വേണ്ടിയിട്ട് മറ്റു സ്ത്രീകളെ സമീപിക്കുന്നത്? ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഒരു കാര്യം പറയട്ടെ, അതെന്തുകൊണ്ട് സെക്സിന് വേണ്ടി മറ്റു സ്ത്രീകളെ സമീപിക്കാന്ന് പറഞ്ഞാൽ സെക്സിന് വേണ്ടി സ്ത്രീകളെ താങ്കളുടെ ഹസ്ബൻഡ് സെക്സിന് വേണ്ടി മറ്റു സ്ത്രീകളെ സമീപിച്ച നല്ല പുരുഷന് താങ്കൾ ലേവലോട് അവർക്ക് ആ പുരുഷന്മാരെല്ലാം വിവാഹിതരാണെന്നുള്ളത് എന്താ ഉറപ്പ്? അതല്ല ഉദ്ദേശം. ദേവദാസികൾ എന്ന സമ്പ്രദായം ഉണ്ട്, അതൊക്കെ നശിച്ചില്ലേ, നിർത്തിയില്ലേ? നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോകും. ശാരികല്ലേ പറഞ്ഞു നമ്മളത് ആർഷഭാരത സംസ്കാരമാണ്, സ്ത്രീകളെ അങ്ങനെ സെക്സ് ലേബറായിട്ട് വെക്കാൻ പറ്റത്തില്ല. ആർഷഭാരത സംസ്കാരമാണ്, ആർഷഭാരത സംസ്കാരം സ്ത്രീകളെ രാജ്ഞികളാക്കി, സ്ത്രീകളെ അടിമകളാക്കി. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ആർഷഭാരത സംസ്കാരത്തിൽ സ്ത്രീകൾ അല്ല, ഞാൻ ശാരിക പറഞ്ഞതിന് എന്നെ പോലെ ഒച്ച ഉണ്ടാക്കുന്നത്. അപ്പൊ ശാരിക ചെയ്യുന്നത് മോശമാണെന്ന് അറിയാം. ഈ കൊച്ചു എന്തൊക്കെയായി പറയുന്നത്? ഈ കൊച്ചു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ആർഷഭാരത സംസ്കാരം. ഇവിടെ വന്നത് പറയുകയാണെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ എന്നെ നോയിച്ചാണ്ടല്ലോ. നമ്മുടെ രാജ്യത്ത് എത്രത്തോളം റേപ്പുകളാണ് നടക്കുന്നത്, എത്രത്തോളം കുട്ടികളെ വരെ റേപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പൊ അതിനർത്ഥം മറ്റു സ്ത്രീകൾ ഇങ്ങനെ ത്യാഗം ചെയ്ത് ഈ ലേബറായി കുട്ടികളെ അതിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് പറയുന്നത്. നിയമങ്ങൾ ശക്തമാക്കിയാൽ ശാരിക ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോ ആ സെന്റൻസ് പറഞ്ഞു പൂർത്തീകരിച്ചില്ല. അതിന്റെ ഇടയ്ക്ക് ശാരിക എന്തിനാണ് ഇടയ്ക്ക് കയറി ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. നിങ്ങൾ എന്തിനാണ്? ഞാൻ ബേസിക്കലി സ്പീഡുള്ള ആളാണ്, അതുകൊണ്ടാണ്. നിങ്ങൾ തൽക്കാലം ക്ഷമിക്കൂ. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ പരസ്പര റെസ്പെക്ട് വേണം. പരസ്പര റെസ്പെക്ട് പഠിപ്പിക്കാനല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇത് പഠനമല്ല, നമ്മൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മുന്നോട്ട് പോകത്തില്ല. ഇത് പരസ്പരം റെസ്പെക്ട് വേണം. വ്യൂസ് കിട്ടാൻ വേണ്ടി, പ്രേക്ഷകരെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒച്ചകൂട്ടി. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. എന്തുകൊണ്ടാണ് ഇത്രത്തോളം റേപ്പ് നടക്കാനുള്ള കാരണം? അതായത് നമ്മുടെ നാട്ടില് പുരുഷന്മാർ സെക്ഷൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള പുരുഷന്മാരാണ്. സെക്ഷൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഈ പുരുഷന്മാരെ അവര് ഈ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ, ആ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷന് ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാക്കാൻ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ സഹായകരമാകും. കടന്ന് ചിന്തിച്ചില്ല, ചിന്തിക്കണം. 100% ഞാൻ യോജിക്കുന്നു. സ്ത്രീകളെ നിർബന്ധപൂർവ്വം പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുപോകുന്ന തെറ്റ് തന്നെയാണ്. പക്ഷെ ശാരിക്ക് അറിയാമോ, താല്പര്യത്തോടെ ഈ മേഖലയിൽ ഇറങ്ങുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. താല്പര്യത്തോടെ ഈ മേഖലയിൽ ഇറങ്ങി നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ. സ്വന്തം ശരീരത്തെ വിൽക്കുന്നതും അതിൽ നിന്ന് കാശുണ്ടാക്കുന്നതും നല്ല രീതിയാണെന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ മൈൻഡിനെ കുറിച്ച് എനിക്ക് നല്ല രീതിയാണെന്ന് ഞാൻ പറഞ്ഞു. നല്ല രീതിയിൽ ജീവിക്കുന്ന പെൺകുട്ടി ഇതാണോ നല്ല രീതി? അത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ പറയട്ടെ, ശാരിക എങ്ങനെയാണ് ജീവിക്കുന്നത്? അലറി വിളിച്ചും ബഹളം വെച്ചും റോഡിൽ കൂടെ കാറോടിക്കുമ്പോൾ കലറി കൂടിയാണോ ജീവിക്കുന്നത്? അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. പിന്നെ ശാരികയോട് ഞാൻ ഈ ഒരു വിഷയത്തിൽ ഇനി വാക്ക് തർക്കത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.